പ്രതിപക്ഷം സർക്കാരിനോട് ഈ കാര്യത്തിൽ മത്സരിക്കുക. നോക്കൂ, കഴിഞ്ഞ ദിവസം റഷ്യയിൽ അതിഭയാനകമായ ഒരു ഭീകരാക്രമണം ഉണ്ടായി. 138ഓളം നിരപരാധികൾ അവിടെ മരിച്ചു വീണു. നോശാന ഞായറാണ്. ഒരു വരി പ്രസ്താവന മുഖ്യമന്ത്രിയുടേത് ഞാൻ കണ്ടില്ല. ഭീകരവാദത്തിനെതിരായിട്ട് ഒരു വാക്കുച്ചരിക്കാൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ തയ്യാറായില്ല. ഹമാസിന് വേണ്ടി ഇവിടെ സമരം ചെയ്യാൻ ആളുകളുണ്ട്. ഹമാസ് തലവനെ വിളിച്ചു വരുത്തി ഇവിടെ റാലി നടത്താൻ ആളുകളുണ്ട്. CPM-ഉം കോൺഗ്രസും LDF-ഉം UDF-ഉം ഹമാസ് അനുകൂല പ്രകടനങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി നടത്തി. 20-ൽ താഴെ ആളുകൾ മാത്രമുള്ള, ഇന്ത്യക്കാർ മാത്രമുള്ള സ്ഥലത്ത് നടന്ന ആക്രമണങ്ങളുടെ പേരിൽ ഹമാസ് നേതാക്കളെ വിളിച്ച് റാലി നടത്തുന്ന ആളുകൾ 10,000-കണക്കിന് ഇന്ത്യക്കാരുള്ള സ്ഥലത്ത് ഭീകരാക്രമണം നടത്തി നൂറുകണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടും ഒരക്ഷരം ശബ്ദിക്കാൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ തയ്യാറായില്ല. ഇവർക്ക് രണ്ടു കൂട്ടർക്കും പച്ചയായ വർഗീയ പ്രീണന നിലപാടാണുള്ളത്. ലോകത്ത് എവിടെ എന്ത് നടന്നാലും പ്രസ്താവന ഇറക്കുന്ന മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ റഷ്യയിലെ ഭീകരാക്രമണത്തെ കണ്ടിട്ടേയില്ല. അതാരാണ് നടത്തിയതെന്നതിനെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. അതേസമയം CPM-ൻ്റെ നേതാക്കൾ ഈരാറ്റുപേട്ടയിൽ നടന്ന വൈദികരെതിരായിട്ടുള്ള ആക്രമണത്തിൽ എടുത്ത നിലപാടെന്താണ്? കൂട്ടമണിയടിച്ച് പള്ളിയിൽ നിന്ന് കലാപത്തിന് ശ്രമം ഉണ്ടായെന്നാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള തോമസ് ഐസക് പറയുന്നത്. ഈരാറ്റുപേട്ടയിലെ പള്ളിയിൽ കൂട്ടമണിയടിച്ച് ആളുകളെ കലാപത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു ഒരു വിഭാഗം ക്രിസ്ത്യാനികളെന്നാണ് പരസ്യമായി ഫേസ്ബുക്കിൽ തോമസ് ഐസക് എഴുതിയിരിക്കുന്നത്. തള്ളിപ്പറയാൻ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതിനൊരു പ്രതിഷേധം പറയാൻ UDF-ഉം തയ്യാറായിട്ടില്ല. ഇതാണോ മതേതരത്വം? വർഗീയ ശക്തികൾ എന്ത് ചെയ്താലും കുഴപ്പമില്ല. PFI-ക്കാർ നടത്തിയ CAA സമരങ്ങളിൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള എടുത്ത കേസുകളെല്ലാം പിൻവലിച്ചു. 800 ചില്ലാണ് കേസുകൾ പിൻവലിച്ചു. ശബരിമലയിൽ 10,000-കണക്കിന് ആളുകൾക്കെതിരെ എടുത്ത കേസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിൻവലിക്കുമെന്ന് വാഗ്ദാനം നൽകിയതാണ്. ഒരൊറ്റ കേസ് പോലും പിൻവലിച്ചില്ല. പച്ചയായ വർഗീയതയാണ് സർക്കാർ കാണിക്കുന്നത്. അതിന് കൂട്ടുനിൽക്കുകയാണ് UDF. ഞാൻ മുഖ്യമന്ത്രിയോട് വിനയത്തോടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മിസ്റ്റർ പിണറായി വിജയൻ, CAA-യുടെ പേരിൽ നടന്ന കേസുകളെല്ലാം, ഗുരുതരമായ ക്രിമിനൽ കേസുകളെല്ലാം നിങ്ങൾ പിൻവലിക്കുന്നു. സമാധാനപരമായി നാമജപ പ്രതിഷേധം നടത്തിയ അയ്യപ്പ ഭക്തന്മാർക്കെതിരെ എടുത്ത കേസുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പിൻവലിക്കാത്തത്? ഇരട്ട നീതിയാണ് ഈ സർക്കാരിനുള്ളത്. അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് UDF-നുള്ളത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചുകൊണ്ട് സർക്കാർ കൈവിട്ട കളിയാണ് കളിക്കുന്നത്. മറ്റുള്ളവർക്കെതിരെ എന്ത് ആക്രമണം നടന്നാലും കുഴപ്പമില്ല. ഭീകരവാദികളെ നേതൃത്വം നൽകുന്ന സമരങ്ങൾക്കെല്ലാം പോലീസ് ഒത്താശ ചെയ്യുകയാണ്, സർക്കാർ ഒത്താശ ചെയ്യുകയാണ്. ഈ വർഗീയ നയം അവസാനിപ്പിക്കാൻ LDF തയ്യാറാവുന്നില്ല, UDF-ഉം തയ്യാറാവുന്നില്ല. സാധാരണഗതിയിൽ പിണറായി വിജയൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന പ്രതിപക്ഷം, അല്ലെങ്കിൽ വിമർശിക്കാൻ ബാധ്യതയുള്ള പ്രതിപക്ഷം, എന്തുകൊണ്ടാണ് ശബരിമലയിലെ കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടാത്തത്? ശബരിമല തീർത്ഥാടകർക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കാൻ UDF എന്താണ് സമ്മർദ്ദം ചെലുത്താത്തത്? CAA-യുടെ പേരിലെടുത്ത കേസുകളെല്ലാം പിൻവലിക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. പിൻവലിച്ചതിനെക്കുറിച്ച് സർക്കാരിന് നയത്തിനോട് പ്രതിപക്ഷത്തിന് വിയോജിപ്പില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം തീരുമാനമെടുത്തതിനോടും പ്രതിപക്ഷത്തിന് വിയോജിപ്പില്ല. എൻ്റെ ചോദ്യം, എന്താണ് ശബരിമല തീർത്ഥാടകർ രണ്ടാനമ്മയുടെ മക്കളാണോ? അവരോടെന്താണ് ഇരട്ട നീതി? ഒരു വിഭാഗത്തിന് മാത്രം പ്രത്യേക നീതി, മറ്റുള്ളവർക്ക് എല്ലാ കാലത്തും അവഗണന എന്നുള്ള സമീപനമാണ് മതേതരത്വത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നടക്കുന്നത്. പക്ഷപാതപരമായ സമീപനമാണ് കേരളത്തിൽ നടക്കുന്നത്.
LDFും UDFും വർഗീയ പ്രീണന നയമാണ് എടുക്കുന്നത്. CAA കേസ് പിൻവലിച്ചാൽ ശബരിമല കേസും പിൻവലിക്കണം. ശബരിമല കേസ് നിലനിർത്തുകയും CAA കേസുകൾ പിൻവലിക്കുകയും ചെയ്യുന്നത് നഗ്നമായിട്ടുള്ള സ്വജനപക്ഷപാതിത്വമാണ്. അത് വർഗീയ പ്രീണനമാണ്. ജനങ്ങളെ രണ്ട് തരത്തിൽ തിരിക്കുകയാണ്. സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഒരു വിഭാഗത്തിന് ഒരു നീതി, മറ്റൊരു വിഭാഗത്തിന് വേറൊരു നീതി. ഭൂരിപക്ഷ സമൂഹത്തിന് എപ്പോഴും കാട്ടുനീതി, വർഗീയ പ്രതിലോമ ശക്തികൾക്ക് എപ്പോഴും നീതി ലഭിക്കുന്നു. ഇതാണ് കേരളത്തിൽ മതേതരത്വത്തിൻ്റെ പ്രാക്ടീസ്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ചട്ടലംഘനമാണ് മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത്, സർക്കാർ നടത്തിയിരിക്കുന്നത്. CAA കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് CAA കേസുകൾ പിൻവലിക്കുമെന്നുള്ളത്. അതൊരു വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. UDF ഇക്കാര്യത്തിൽ എന്താ അഭിപ്രായം പറയാത്തത്? ശബരിമല കേസുകൾ പിൻവലിക്കണമെന്ന് എന്താണ് VD സതീശൻ വാദിക്കാത്തത്? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാനില്ലാത്തവർ വർഗീയ ചേരിതിരിവിന് ശ്രമിക്കുകയാണ്, സാമുദായിക ചേരിതിരിവിന് ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് റഷ്യയിലെ ബോംബാക്രമണത്തെക്കുറിച്ച് മിണ്ടാത്തത്, ഈരാറ്റുപേട്ടയിൽ പുതിയ നറേറ്റീവ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം കാണിക്കുന്നത് വർഗീയ പ്രീണനം ഒരു ഭാഗത്ത് നടത്താൻ വേണ്ടിയുള്ള LDFിൻ്റെയും UDFിൻ്റെയും നയമാണ്. ഇത് ഞങ്ങൾ ശരിയായ നിലയിൽ ജനങ്ങളുടെ ഇടയിൽ ചോദ്യം ചെയ്യും, ചർച്ച ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.